ഇൻസ്റ്റന്റായി പെട്ടെന്ന് ഹാപ്പിയായി ഫീൽ ചെയ്യാൻ എമിലി ലേസ് ചില ഹാക്സ് പറയുന്നുണ്ട്. നമ്മുടെ മൂഡും വെൽബീയിങ്ങുമായും ബന്ധപ്പെട്ട പ്രധാനമായ 4 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഡോസ് എന്ന വാക്കുപയോഗിച്ച് ഓർക്കാൻ സാധിക്കും. ആദ്യത്തേത് ഡി, ഡോപ്പമിൻ. ഇത് റിവാർഡും മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നമ്മളിൽ മിക്കവാറും ആളുകൾക്ക് ഡോപ്പമിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കുന്നത് ഫോണിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ്. എന്നാൽ ഇത് ഡോപ്പമിൻ വർദ്ധിപ്പിക്കുവാനുള്ള അത്ര നല്ല രീതിയല്ല. ഇതിനു പകരമായി ഫോണിലൂടെ സ്ക്രോൾ ചെയ്യാൻ തോന്നുമ്പോൾ ഉടനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. നന്ദി തോന്നുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് എഴുതാം. ഇത് ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. അടുത്തത് ഒ, ഓക്സിറ്റോസിൻ. ഇത് ലവ് ഹോർമോൺ, അതുപോലെ ബോഡിയുടെ നാച്ചുറലായ പെയിൻ കില്ലർ എന്നെല്ലാം അറിയപ്പെടുന്നു. ഇത് BP കുറയ്ക്കുവാനും അതുപോലെ ആങ്സൈറ്റിക്ക് കാരണമാകുന്ന കോർട്ടിസോളിന്റെ അളവ് ശരീരത്തിൽ കുറയ്ക്കുവാനും സഹായിക്കുന്നു. നല്ലൊരു ഹഗ്, ആലിംഗനം കിട്ടുന്നതാണ് ഓക്സിറ്റോസിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി. നമ്മൾ നമ്മളെ തന്നെ ഹഗ് ചെയ്യുന്നതും ഗുണകരമാണ്. കാരണം നമ്മുടെ ബോഡി നമ്മൾ സ്വയം ഹഗ് ചെയ്യുമ്പോഴും മറ്റൊരാൾ ഹഗ് ചെയ്യുന്നതായി അതിനെ പെർസീവ് ചെയ്യുന്നു. മറ്റൊരു വഴിയാണ് ഹൃദയത്തിൽ 2 കൈകളും വെച്ചുകൊണ്ട് ഡീപ് ബ്രെത്ത്സ് ചെയ്യുന്നത്. ഇത് 20 സെക്കൻഡോളം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓക്സിറ്റോസിന്റെ അളവ് വർദ്ധിക്കുന്നു. അടുത്തത് എസ്, സെറോട്ടോണിൻ. ഇത് ഹാപ്പി ഹോർമോണായി കണക്കാക്കപ്പെടുന്നു. ഇത് ഉറക്കം, ദഹനം, സിർക്കാഡിയൻ റിതം എന്നിവയെല്ലാം റെഗുലേറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനും കാരണമാകുന്നു. സെറോട്ടോണിന്റെ അളവ് വർദ്ധിപ്പിക്കുവാനായി ഏറ്റവും നല്ല വഴിയാണ് ചിരി. അതുകൊണ്ട് ചിരിക്കാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്താം. ഫേക്കായി ചിരിക്കാൻ ശ്രമിക്കുന്നതും ഗുണം ചെയ്യും. ഉദാഹരണമായി ഹ, ഹ ഹ, ഹ ഹ ഹ എന്നിങ്ങനെ 10 വരെ എണ്ണിക്കൊണ്ട് ചിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ശരീരത്തിന് റിയലായ ചിരിയും ഫേക്കായ ചിരിയും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചറിയാൻ സാധിക്കുകയില്ല. അങ്ങനെ അത് സെറോട്ടോണിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കുവാൻ കാരണമാകുന്നു. അടുത്തത് ഇ, എൻഡോർഫിൻ. എനർജിക്കും മൂഡ് ബൂസ്റ്റിനും ഇത് കാരണമാകുന്നു. എക്സസൈസ് ചെയ്യുന്നതും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും മ്യൂസിക് കേൾക്കുന്നതും ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതും മറ്റും എൻഡോർഫിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു. ഈ പറഞ്ഞ എല്ലാ പ്രാക്ടീസുകളും പെട്ടെന്ന് ബെറ്ററായി ഫീൽ ചെയ്യുവാൻ സഹായകരമാണ്.